ഹായ് ഗൈസ്, വെൽക്കം ടു അറ്റാൻവീസ് വേൾഡ് 3515. ഇന്ന് നമ്മളൊരു ടൂറ് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതുകൊണ്ട് റെഡിയായതിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബസ്സിൽ പോകുന്നത്. ബസ്സിലേക്ക് നമുക്കിന്നൊരു 3 ട്രിപ്പ് പോയാലോ? ഓക്കേ. മഴയൊക്കെ ചെറുങ്ങനെ ചാറ്റൽ മഴയായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ നല്ല കാലാവസ്ഥയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോകുന്നു. കാരണം വെക്കേഷനിൽ തീരാൻ പോകുന്ന കാരണം ലാസ്റ്റ് ടൈം ആയത് കാരണം ഭയങ്കര തിരക്കാണ് മൂന്നാറിൽ. പക്ഷെ അതൊന്നും നമ്മൾ വക വെക്കുന്നില്ല. എന്തായാലും ടൂറ് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ടൂറ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. അപ്പം നിങ്ങൾക്കും കുറച്ചും കൂടി എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. എല്ലാ പൊതുവേ ഒരുപാട് ആൾക്കാർ മൂന്നാറിൽ പോയിട്ടുണ്ടാകും. എന്നാലും പോവാത്ത ആൾക്കാർക്കും ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരെയും കാണണം കേട്ടോ. മൂന്നാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലകളും കുന്നുകളും കോടമഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ എൻ്റെ പൊന്നേ എന്തൊരു ഭംഗിയാണെന്നറിയോ. അത് പറഞ്ഞറിയിക്കണം. എൻ്റെ വീഡിയോത്തിൽ അത് എത്ര എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു സൗന്ദര്യമില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും പോകാൻ സാധിക്കുകയാണെങ്കിൽ മൂന്നാറിൽ ഒരു ട്രിപ്പ് പോകണം മസ്റ്റായിട്ട് കേട്ടോ. അടിപൊളി ട്രിപ്പ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും. ഞാൻ പണ്ട് പോയിട്ടുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്ത് മൂന്നാറിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ സ്ഥലത്തൊന്നുമല്ല പോയിട്ടുണ്ടായത്. അത് വേറെ മൂന്നാറിൽ തന്നെ നമുക്ക് വേറെ വേറെ ലൊക്കേഷനിൽ പോകാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങളിപ്പോൾ ഇന്ന് ഞാനിവിടെ പോകുന്ന സ്ഥലം വെച്ചാൽ ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. നമ്മളിപ്പോൾ പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടേ ഉള്ളൂ ഇരവിക്കുളം നാഷണൽ പാർക്ക് എന്ന് മാത്രം. അപ്പോൾ അത് കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. പ്രത്യേകിച്ച് അവിടെ ഒരു പ്രത്യേകതയുള്ള ഒരാളുണ്ട്, അവരെ കാണാനാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പോയത്. ആദ്യം നമ്മൾ അവർ ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ ബസ്സിൽ തന്നെ കൊണ്ടുവിടും. അതൊരു 6-7 മിനിറ്റ് ബസ്സിൽ പോകാനുണ്ട്. ഒരു മിനി ബസ് പോലത്തെ അതിലൊന്ന് ടിക്കറ്റ് എടുത്ത ആൾക്കാരെ കൊണ്ടുവിടുക. അങ്ങനെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ഒരു അവരുടെ ഒരു ലൊക്കേഷനിലെത്തും. അവിടുന്ന് പിന്നെ മേലോട്ടേക്ക് നമ്മൾ നടന്നിട്ടാണ് പോകണം. കുറച്ച് നടക്കാനുണ്ട്, അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ല, മെല്ലെ നടന്നാൽ മതി. വലിയ തിരക്കൊന്നുമില്ലല്ലോ. എല്ലാവരും ഈ മഴയായത് കാരണം റെയിൻകോട്ടും കോടയെല്ലാം എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ മഴയുണ്ടായില്ല. പക്ഷേ കോടമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, കോടമഞ്ഞ് തണുത്തിട്ട് നിൽക്കാൻ പറ്റില്ല. അത്ര തണുപ്പാണ്, അത്ര തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ വരയാടുകളെ കാണാനാണ് മെയിൻ ആ സ്ഥലത്തേക്ക് പോകുന്നത് തന്നെ. അവരെ കാണാൻ വേണ്ടിയിട്ടൊന്ന്. അവരാണ് അവിടുത്തെ ഗസ്റ്റ്. ഞങ്ങളാണ് ഗസ്റ്റ്, പക്ഷെ അവരാണ് VIPs. ഓക്കെ. വരയാടുകളെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ അധികം ആൾക്കാർക്കും പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടത്, അറിയില്ല. ഞങ്ങളെ ഗൈഡൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പം പോയപ്പം അടിപൊളിയായിരുന്നു. കുറച്ച് ദൂരം കയറിയപ്പം ആരോ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു വരയാടുണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഒരു ഓട്ട അതിനെ കാണാൻ വേണ്ടിയിട്ട് പോലെ അങ്ങനെ പോയി. ഒരുപാട് ഒന്ന് മാത്രമേ കാണുമെന്ന് വിചാരിച്ച, പക്ഷെ ഒരു പൂ ചോദിച്ച് ഒരു പൂക്കാലം തന്നെന്ന് പറഞ്ഞ മാതിരി ഇന്ന് വരയാടുകളുടെ അവസ്ഥ. അത്രയും വരയാടുകളുടെ കൂട്ടം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഞാൻ മാക്സിമം നിങ്ങളേക്കും കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പം നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ഒന്ന് കാണുന്നത് നല്ലതാണ്. അത്ര ഭംഗിയാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ പറ്റും. ഭയങ്കര പാവമായിട്ടുള്ളൊരു എന്താ പറയുക മൃഗമാണ് വരയാട്. പക്ഷെ അവർ തൊടാനൊന്നും നമ്മളെ വിടുന്നില്ല, തൊടാനൊന്നും പാടില്ല. അതിനെ കണ്ടിട്ട് അങ്ങ് പോയിക്കൊള്ളുക. അങ്ങനെയാണ് അത്. വേറെ ആരോ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ താഴോട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ താഴെ നമ്മളിപ്പം കയറി കണ്ടത് ഏറ്റവും മേലെ ടോപ്പിലുള്ള സ്ഥലത്ത് നിന്ന് അവിടെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് മഴ പെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് പിന്നെ വരൂല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വരൂല. അത് മഴ പെയ്യാണ്ടിരിക്കണം എന്നെങ്കിൽ മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മളെന്തോ ഭാഗ്യത്തിന് കാണാൻ പറ്റി. ഒന്നിനെ മാത്രമേ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒന്നൊന്നുമല്ല, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്
അതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ കണ്ടതിൽ അത് നിറയെ അവിടെ നിറയെ വരയാടാണ്. അതിന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ എനിക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അതിൻ്റെ കൊമ്പിൻ്റെ മേലെയാണ് ഇങ്ങനെ വര വരയുള്ളൊരു വര പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് വരയാടെന്ന് പറയുന്നതെന്നാണ് പറഞ്ഞത് അവിടുന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്താണ് വരയാട് എന്ന് വിളിക്കാൻ കാരണം. പിന്നെ അതിൻ്റെ ആ കാലിൻ്റെ വരേൻ്റെ മേലെ പോലും നിൽക്കാൻ പറ്റും. അതായത് കുന്നിൻ്റെ മേലെ പോലും ഇങ്ങനെ ഏത് കുന്നിൻ്റെ ചെരുവിൽ പോയിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സവിശേഷതയുണ്ട് അതിൻ്റെ കാലിന് എന്നാണ് വേറൊരു പ്രത്യേകത. അങ്ങനെ വരയാടുകളിലെ കണ്ട് പിന്നെ നമ്മൾ മെല്ലെ തിരിച്ചിറങ്ങി. ഒരുപാട് വെള്ളച്ചാട്ടവും കാണണം. വെള്ളച്ചാട്ടവും പിന്നെ ഈ അരുവികളും ഭയങ്കര തണുപ്പായിട്ടുള്ളൊരു സംഭവമാണ്. അൻവി ഹാപ്പിയാണോ വരയാടുകളെ കണ്ടതിന്? ഹാപ്പിയാണോ? എന്താ തോന്നുന്നേ? സൂപ്പറാന്നാ പറയുന്നത്. ഇഷ്ടമായോ ടൂറ്? ഇഷ്ടമായി. ഓക്കെ. അങ്ങനെയല്ലാന്ന് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ചെറുങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയെല്ലാം കൊണ്ട് ശരിക്കും ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയെന്ന് തോന്നുന്നല്ലേ, മഴയും മഞ്ഞും കോടയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു സെറ്റപ്പ് സംഭവമായിരുന്നു.